Dear friends, welcome to Come on Children. My Financial Career എന്ന ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിനു മുൻപുള്ളതോ തുടർന്നുള്ളതോ ആയ ഏതെങ്കിലും ക്ലാസ്സുകൾ കൂട്ടുകാർക്ക് കാണണമെങ്കിൽ അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. Humor is present in the daily activities of our life. Even in very serious situations, there can be instances of humor. Here is an example. Read on. എന്താണ് ഹ്യൂമർ? നർമ്മം, ഫലിതം, തമാശ എന്നൊക്കെ പറയാറുണ്ട്. എല്ലാവർക്കും ഹ്യൂമർ ഇഷ്ടമല്ലേ? അത് വായിക്കാനും കേൾക്കാനും ഒക്കെ നല്ല രസമാണല്ലേ? നമ്മുടെ നിത്യജീവിതത്തിൽ ധാരാളം ഹ്യൂമറസ് സിറ്റുവേഷൻസ് ഉണ്ടാവാറില്ലേ? ബാങ്കിൽ വെച്ച് ഒരാൾ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ എങ്ങനെയാണ് ഗൗരവമാർന്ന ഒരു സാഹചര്യത്തെ തമാശയിലേക്ക് നയിക്കുന്നത് എന്നാണ് ഈ കഥയിൽ വിവരിച്ചിരിക്കുന്നത്. കഥ എഴുതിയിരിക്കുന്നത് സ്റ്റീഫൻ ബട്ട്ലർ ലീകോക്ക് ആണ്. Stephen Butler Leacock is an English-born Canadian teacher, writer and humorist. അദ്ദേഹം ഒരു കനേഡിയൻ ടീച്ചറും എഴുത്തുകാരനും ഹ്യൂമറിസ്റ്റ് ഹാസ്യ സാഹിത്യകാരനുമാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്. He is known for his light humor and criticism of people's follies. ആളുകൾക്ക് പറ്റുന്ന മണ്ടത്തരങ്ങളെയൊക്കെ പരിഹസിച്ചുകൊണ്ട് അതിനെയെല്ലാം വിമർശിച്ചുകൊണ്ട് വളരെ തമാശ രൂപത്തിൽ എഴുതുന്നതിന് പേര് കേട്ടയാളാണ് ഇദ്ദേഹം. His notable works are Sunshine Sketches of a Little Town, Arcadian Adventures with the Idle Rich, etc. Sunshine Sketches of a Little Town, Arcadian Adventures with the Idle Rich തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികളാണ്. The Stephen Leacock Memorial Medal for Humor was instituted in his honor. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി മികച്ച ഹാസ്യകൃതികൾക്ക് ദ സ്റ്റീഫൻ ലീകോക്ക് മെമ്മോറിയൽ മെഡൽ ഫോർ ഹ്യൂമർ എന്ന അവാർഡ് നൽകി വരുന്നു. സ്റ്റോറി വായിച്ചു നോക്കാം. When I go into a bank, I get nervous. The clerks make me nervous. The little windows at the counters make me nervous. The sight of the money makes me nervous. Everything makes me nervous. Nevertheless, I had to go to the bank. എഴുത്തുകാരൻ എന്താ പറയുന്നത്? ബാങ്കിൽ പോകുന്നത് എനിക്ക് പേടിയാണ്. എപ്പോൾ ബാങ്കിൽ പോയാലും ഞാൻ ആകെ നെർവസ് ആകും. എനിക്ക് പേടിയും പരിഭ്രമവും വെപ്രാളവും ഒക്കെ വരും. ദ ക്ലർക്സ് മേക്ക് മീ നെർവസ്. അവിടെ ഇരിക്കുന്ന ക്ലർക്കിനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ആകെ പേടി തോന്നും. ദ ലിറ്റിൽ വിൻഡോസ് അറ്റ് ദ കൗണ്ടേഴ്സ് മേക്ക് മീ നെർവസ്. കൗണ്ടറിലുള്ള ചെറിയ വിൻഡോസ് കാണുമ്പോൾ ഞാൻ നെർവസ് ആകും. ദ സൈറ്റ് ഓഫ് ദ മണി മേക്സ് മീ നെർവസ്. അവിടെ ഇരുന്ന് ആളുകൾ പണം എണ്ണുന്നുണ്ടാവും അല്ലേ? ആ പണം കാണുമ്പോഴേ എനിക്ക് പേടിയാകും. എവറിത്തിങ് മേക്സ് മീ നെർവസ്. അവിടെയുള്ള എല്ലാം എന്നെ പേടിപ്പെടുത്തും. നെവർത്തിലെസ് ഐ ഹാഡ് ടു ഗോ ടു ദ ബാങ്ക്. എന്നിരുന്നാലും എനിക്ക് ബാങ്കിൽ പോകണമായിരുന്നു. എന്തിനാണ് അദ്ദേഹം ബാങ്കിൽ പോകുന്നത്? There was a fair increase in my salary. എൻ്റെ ശമ്പളത്തിൽ നല്ലൊരു വർധനവുണ്ടായി. I wanted to deposit the money with the bank. I felt that the bank was the only place for it. ശമ്പളത്തിൽ ഒരു ഭാഗം സേവ് ചെയ്യാൻ, അത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത്. I walked in with dragging feet and looked shyly round at the clerks. Dragging feet എന്ന് വെച്ചാൽ എന്താണ്? ഡ്രാഗ് എന്ന് വെച്ചാൽ വലിച്ചിഴയ്ക്കുക എന്നാണല്ലേ? കാല് വലിച്ചിഴച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറി എന്നാണോ അർത്ഥം? ഡ്രാഗ് വൺസ് ഫീറ്റ് എന്നത് ഒരു ഇഡിയമാണ്. നമുക്കൊരു കാര്യം ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അത് സാവധാനത്തിൽ ചെയ്യുക. വേണോ വേണ്ടയോ എന്ന് വെച്ച് ഇഷ്ടമില്ലാതെ ചെയ്യില്ലേ? അപ്പോൾ അത് സാവധാനത്തിലായി പോവും അല്ലേ? അങ്ങനെ ചെയ്യുന്നതിനെയാണ് ഡ്രാഗ് വൺസ് ഫീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ അദ്ദേഹത്തിന് ബാങ്കിൽ പോകാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് അദ്ദേഹം ഉള്ളിലേക്ക് മെല്ലെ മെല്ലെ കയറുകയാണ്. എന്നിട്ട് അവിടെ ജോലി ചെയ്യുന്ന ക്ലർക്സിനെയൊക്കെ വളരെ നാണത്തോടെ നോക്കി. I had an idea that a person about to open an account must consult the manager. ബാങ്കിൽ പണം ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു അക്കൗണ്ട് വേണം അല്ലേ? ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ബാങ്ക് മാനേജറെ കാണണം എന്നാണ് ഇദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല. അക്കൗണ്ട് തുറക്കുന്നത് വളരെ ചെറിയൊരു കാര്യമാണല്ലേ? അതിന് വേറെ ഉദ്യോഗസ്ഥരെ കണ്ടാൽ മതി. പക്ഷേ ഇദ്ദേഹം ചെന്ന് എനിക്ക് മാനേജറെ കാണണം എന്ന് പറയുകയാണ്. I went up to a counter marked accountant. The accountant was a tall, cool fellow. The very sight of him made me nervous. My voice was deep and hollow. അദ്ദേഹം ബാങ്കിനുള്ളിൽ കയറി അക്കൗണ്ടൻറ്റ് എന്ന് എഴുതിയിരിക്കുന്ന കൗണ്ടറിന് മുന്നിൽ ചെന്നു. അക്കൗണ്ടൻറ്റ് എങ്ങനെയുള്ള ആളായിരുന്നു? ഹി വാസ് എ ടോൾ കൂൾ ഫെലോ. വലിയ സൗഹാർദ്ദമൊന്നും കാണിക്കാത്ത
നിർവികാരനായിരിക്കുന്ന നല്ല ഉയരമുള്ളൊരു മനുഷ്യനായിരുന്നു. ദ വെരി സൈറ്റ് ഓഫ് ഹിം മെയ്ഡ് മീ നെർവസ്. അയാളെ കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് പേടിയായി. മൈ വോയിസ് വാസ് ഡീപ്പ് ആൻഡ് ഹോളോ. വെപ്രാളവും പേടിയും എല്ലാം കൂടി അദ്ദേഹം എന്താണ് താൻ പറയുന്നത് എന്നുകൂടി ചിന്തിക്കാതെ അക്കൗണ്ടൻറ്റിനോട് ചോദിക്കുകയാണ്, ക്യാൻ ഐ സീ ദ മാനേജർ? എനിക്ക് മാനേജറെ ഒന്ന് കാണാൻ കഴിയുമോ? ഇതെങ്ങനെയാണ് അദ്ദേഹം ചോദിക്കുന്നത്? ഹി ആഡഡ് സോളംലി, എലോൺ. ഗൗരവത്തോടെ പറയാണ്, തനിച്ച്. എനിക്ക് മാനേജറെ തനിച്ചൊന്ന് കാണണം. ഐ ഡോണ്ട് നോ വൈ ഐ സെഡ് എലോൺ. ഞാൻ എന്തിനാണ് എലോൺ, തനിച്ച് എന്ന് പറഞ്ഞത് എന്ന് എനിക്ക് തന്നെ അറിയില്ല. ആ വെപ്രാളത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. പക്ഷേ അക്കൗണ്ടൻറ്റും മാനേജരും വിചാരിക്കുന്നത് ഇദ്ദേഹം എന്തോ വലിയ രഹസ്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് എന്നാണ്. സെർട്ടൺലി സെഡ് ദ അക്കൗണ്ടൻറ്റ്. അക്കൗണ്ടൻറ്റ് പറഞ്ഞു, ഓ ശരി, തീർച്ചയായും കാണാം. ദ മാനേജർ വാസ് എ ഗ്രേവ് കാം മാൻ. മാനേജർ വളരെ ഗൗരവമുള്ള ശാന്തനായ ഒരു മനുഷ്യനായിരുന്നു. ആർ യു ദ മാനേജർ? ഐ ആസ്ക്ഡ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ നിങ്ങളാണോ മാനേജർ എന്ന് ഞാൻ ചോദിച്ചു. യെസ്, ഹി സെഡ്. അതെ, ഞാനാണ്, അദ്ദേഹം പറഞ്ഞു. ക്യാൻ ഐ സീ യു? ഐ ആസ്ക്ഡ്. എലോൺ? ഐ ഡിഡ്ന്റ് വാണ്ട് ടു സേ എലോൺ അഗെയിൻ, ബട്ട് ഐ കുഡിൻറ്റ് ഹെൽപ്പ് ഇറ്റ്. എനിക്ക് നിങ്ങളെ തനിച്ചൊന്ന് കാണാൻ കഴിയുമോ? എനിക്ക് നിങ്ങളോട് തനിച്ചൊന്ന് സംസാരിക്കാൻ കഴിയുമോ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു. വീണ്ടും എന്തിനാണ് എലോൺ എന്ന വാക്ക് ഉപയോഗിച്ചത് എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞുപോയി. ദ മാനേജർ ലുക്ക്ഡ് അറ്റ് മീ ഇൻ സം അലാം. മാനേജർ ആകെ പേടിച്ചുപോയി. ഇതാരായി വന്നിരിക്കുന്നത്? അദ്ദേഹം പേടിയോടെ എന്നെ നോക്കി. ഹി ഫെൽറ്റ് ദാറ്റ് ഐ ഹാഡ് എ ടെറിബിൾ സീക്രറ്റ് ടു റിവീൽ. എനിക്കെന്തോ ഒരു ഭയങ്കര രഹസ്യം വെളിപ്പെടുത്താനുണ്ട് എന്ന് അദ്ദേഹം കരുതി. കം ഇൻ ഹിയർ, ഹി സെഡ്, and led the way to a private room. He turned the key in the lock. ഇതിലേ വരൂ എന്നും പറഞ്ഞ് അദ്ദേഹം എന്നെ ഒരു പ്രൈവറ്റ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വാതിൽ ലോക്ക് ചെയ്തു. വി ആർ സേഫ് ഫ്രം ഇൻറ്ററപ്ഷൻ ഹിയർ, ഹി സെഡ്. സിറ്റ് ഡൗൺ. ഇൻറ്ററപ്ഷൻ എന്താണ്? തടസ്സം. ഇവിടെ നമ്മുടെ സംസാരം തടസ്സപ്പെടുത്താൻ ആരും വരില്ല, നമ്മെ ആരും ശല്യം ചെയ്യില്ല, ഇരിക്കൂ എന്ന് മാനേജർ പറഞ്ഞു. വി ബോത്ത് സാറ്റ് ഡൗൺ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. I found no voice to speak. ഞങ്ങൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരുന്നു. എനിക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പേടിച്ചിട്ട് ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല. പക്ഷേ മാനേജർ എന്താ കരുതുന്നത്? തൻ്റെ മുന്നിൽ ആര് വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. യു ആർ എ ഡിറ്റക്റ്റീവ്, ഐ സപ്പോസ്, ഹി സെഡ്. നിങ്ങളൊരു കുറ്റാന്വേഷകനാണ് എന്ന് ഞാൻ കരുതുന്നു, മാനേജർ പറഞ്ഞു. ഐ ആം നോട്ട് എ ഡിറ്റക്റ്റീവ് അറ്റ് ഓൾ. ഐ ഹാവ് കം ടു ഓപ്പൺ എൻ അക്കൗണ്ട്. I intend to keep all my money in this bank. ഇദ്ദേഹം മറുപടി പറയാണ്, ഏയ്, ഞാനൊരു ഡിറ്റക്റ്റീവ് ഒന്നുമല്ല, ഞാനൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വന്നതാണ്. എൻ്റെ പണം മുഴുവൻ ഈ ബാങ്കിൽ നിക്ഷേപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ദ മാനേജർ ലുക്ക്ഡ് റിലീവ്ഡ് ബട്ട് സ്റ്റിൽ സീരിയസ്. ഹി കൺക്ലൂഡഡ് നൗ ദാറ്റ് ഐ വാസ് എ മില്യനെയർ. ഈ മറുപടി കേട്ടപ്പോൾ മാനേജർക്ക് ആശ്വാസമായി. പക്ഷേ എന്നാലും അദ്ദേഹം ഗൗരവം വെടിഞ്ഞില്ല. കാരണം വളരെ രഹസ്യമായിട്ട് ഒരാൾ എൻ്റെ പണം മുഴുവൻ ഞാൻ ഈ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഒരു കോടീശ്വരനായിരിക്കും, വലിയൊരു തുക ആരും അറിയാതെ നിക്ഷേപിക്കാൻ വന്നതാവും എന്നാണ് മാനേജർ വിചാരിക്കുന്നത്. അദ്ദേഹം ചോദിച്ചു, എ ലാർജ് അക്കൗണ്ട് ഐ സപ്പോസ്, ഹി സെഡ്. വലിയൊരു തുകയാണല്ലേ നിങ്ങൾ നിക്ഷേപിക്കുന്നത്? ഫെയർലി ലാർജ്, ഐ വിസ്പേർഡ്. അതെ, ശരിക്കും വലിയൊരു തുകയാണ്, ഞാൻ അടക്കം പറഞ്ഞു. I propose to deposit $56 now and $50 a month regularly. ഇപ്പോൾ $56 ഞാൻ നിക്ഷേപിക്കുന്നത്, പിന്നെ മാസം തോറും $50 വീതം നിക്ഷേപിക്കാം. ഇത് കേൾക്കുമ്പോൾ എന്തായിരിക്കും മാനേജറുടെ അവസ്ഥ? അദ്ദേഹത്തിൻ്റെ മുഖം എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? I could see the manager trying to suppress a laugh. He got up and opened the door. He called to the accountant. മാനേജർ ചിരി അടക്കാൻ പാടുപെടുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം എണീറ്റ് വാതിൽ തുറന്ന് അക്കൗണ്ടൻറ്റിനെ വിളിച്ചു. മിസ്റ്റർ മോൺഗോമെറി, ഹി സെഡ് അൺകൈൻഡ്ലി ലൗഡ്, ദിസ് ജെന്റിൽമാൻ ഈസ് ഓപ്പണിംഗ് ആൻ അക്കൗണ്ട്. ഹി വിൽ ഡിപ്പോസിറ്റ് $56. ഗുഡ് മോർണിംഗ്. മാനേജർക്ക് ഈ തുക വളരെ നിസ്സാരമാണല്ലേ? അദ്ദേഹം അക്കൗണ്ടൻറ്റിനെ വിളിച്ച് പരിഹാസത്തോടെ പറയാണ്, മിസ്റ്റർ മോൺഗോമെറി, ഈ ജെന്റിൽമാൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം $56 ഡിപ്പോസിറ്റ് ചെയ്യുമത്രേ.
ഇനി മാനേജറുടെ അടുത്ത് നിൽക്കേണ്ട കാര്യമില്ല എന്നെനിക്ക് മനസ്സിലായി. ഐ റോസ്. ദ മാനേജർ ഷോഡ് മീ ദ വേ ടു ദ അക്കൗണ്ടൻറ്റ്. ഞാൻ എഴുന്നേറ്റു. മാനേജർ അക്കൗണ്ടൻറ്റിന് അടുത്തേക്കുള്ള വഴി എനിക്ക് കാണിച്ചു തന്നു. ഐ വെൻറ്റ് അപ് ടു ദ അക്കൗണ്ടൻറ്റ്സ് കൗണ്ടർ ആൻഡ് പുഷ് ദ മണി അറ്റ് ഹിം വിത്ത് എ സഡൻ ക്വിക്ക് മൂവ്മെൻറ്റ് ആസ് ഇഫ് ഐ വർ ഡൂയിങ് എ കൺജറിങ് ട്രിക്ക്. ഞാൻ ആ കൗണ്ടറിനടുത്തെത്തി എന്തോ ഒരു ക്ലവർ ട്രിക്ക് ചെയ്യുന്നത് പോലെ, ഒരു ഇന്ദ്രജാല പ്രയോഗം പോലെ പെട്ടെന്ന് പണമെടുത്ത് കൗണ്ടറിനകത്തേക്ക് തിരികെ കയറ്റി. മൈ ഫേസ് വാസ് പെയിൽ ആസ് ഡെത്ത്. എൻ്റെ മുഖം മരണം പോലെ വിളറിയിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്? ഇത്രയും ആളുകളുടെ ഇടയിൽ നാണം കെട്ട് ആകെ പരിഭ്രമത്തോടെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അദ്ദേഹം. ഹിയർ ഐ സെഡ് ഡിപ്പോസിറ്റ് ഇറ്റ്. The tone of the words seemed to mean let us do this painful thing. ഇത് ഡിപ്പോസിറ്റ് ചെയ്തോളൂ എന്ന് ഞാൻ അക്കൗണ്ടൻറ്റിനോട് പറഞ്ഞു. വേദനാജനകമായ എന്തോ കാര്യം ചെയ്യാൻ പോകുന്നത് പോലെ വളരെ ദയനീയമായ രീതിയിലാണ്, ആ ഒരു ടോണിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. He took the money and gave it to another clerk. അദ്ദേഹം ആ പണം എടുത്ത് മറ്റൊരു ക്ലർക്കിന് കൈമാറി. He made me write the sum on a piece of paper and sign my name in a book. I no longer knew what I was doing. The bank was going round and round before my eyes. അദ്ദേഹം ഒരു കടലാസിൽ എന്നെ കൊണ്ട് ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യുന്ന തുക എഴുതിച്ചു, ഒരു പുസ്തകത്തിൽ എൻ്റെ പേര് എഴുതിച്ചു. ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് എനിക്കൊരു പിടിയുമില്ലായിരുന്നു. ക്ലർക്ക് പറയുന്നതിനനുസരിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ കൺമുന്നിൽ ബാങ്ക് കറങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. ഈസ് ഇറ്റ് ഡിപ്പോസിറ്റഡ്? ഐ ആസ്ക്ഡ് നെർവസ്ലി. ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞോ? ഞാൻ പേടിയോടെ ചോദിച്ചു. ഇറ്റ് ഈസ്, സെഡ് ദ അക്കൗണ്ടൻറ്റ്. ഉവ്വ്, ചെയ്തു എന്ന് അക്കൗണ്ടൻറ്റ് പറഞ്ഞു. ദെൻ ഐ വോണ്ട് ടു ഡ്രോ എ ചെക്ക്. ഐ വോണ്ട് ടു ഗെറ്റ് ബാക്ക് സം മണി. എങ്കിൽ എനിക്കൊരു ചെക്ക് തരൂ, എനിക്ക് കുറച്ച് പണം ഇതിൽ നിന്നും പിൻവലിക്കണം. മൈ ഐഡിയ വാസ് ടു ഡ്രോ ഔട്ട് $6 ഓഫ് ഇറ്റ് ഫോർ പ്രസൻറ്റ് യൂസ്. മുഴുവൻ പണവും നിക്ഷേപിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴത്തെ ആവശ്യത്തിന് കയ്യിലൊന്നുമില്ലല്ലോ എന്നോർത്തത്. അതുകൊണ്ട് അതിൽ നിന്നും $6 പിൻവലിക്കുകയായിരുന്നു എൻ്റെ ഉദ്ദേശ്യം. Someone gave me a checkbook through a little window and someone else began telling me how to write it out. ആരോ ആ കൗണ്ടറിൻ്റെ വിൻഡോയിലൂടെ എനിക്കൊരു ചെക്ക് ബുക്ക് തന്നു, മറ്റാരോ അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നും പറഞ്ഞു തന്നു. The people in the bank thought that I was a millionaire who had something wrong with him. ബാങ്കിലുള്ള ആളുകൾ വിചാരിച്ചത് ഞാനൊരു കോടീശ്വരനാണ്, എനിക്കെന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അബദ്ധങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്നാണ്. I wrote something on the check and thrust it at the clerk. He looked at it. ഞാൻ വേഗം ചെക്കിൽ എന്തോ എഴുതി ആ ക്ലർക്കിന് കൊടുത്തു. അദ്ദേഹം അതിലേക്ക് നോക്കി. What? Are you drawing it all out again? He asked in surprise. അദ്ദേഹം അത്ഭുതത്തോടെ എന്നോട് ചോദിച്ചു, എന്ത്, നിങ്ങളിത് മുഴുവൻ പിൻവലിക്കുകയാണോ? Then I realized that I had written 56 instead of 6, the entire money I deposited. അപ്പോഴാണ് ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചത്. 6 എന്നതിന് പകരം 56 എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഞാൻ ഡിപ്പോസിറ്റ് ചെയ്ത മുഴുവൻ തുകയും. അതാണ് ഇപ്പോൾ പിൻവലിക്കാൻ പോകുന്നത്. I felt that I was doing something unreasonable. All the clerks had stopped writing to look at me. പരിഭ്രമം കൊണ്ട് ഒട്ടും ചിന്തിക്കാതെ ഞാൻ യുക്തിരഹിതമായി എന്തൊക്കെയോ ചെയ്യുകയാണ് എന്നെനിക്ക് തോന്നി. അവിടെ ജോലി ചെയ്തിരുന്ന ക്ലർക്സ് എല്ലാം അവരുടെ എഴുത്തെല്ലാം നിർത്തി എന്നെ നോക്കി. ഇനിയിപ്പോൾ എല്ലാവരും കൂടി അയാളെ കളിയാക്കുക അല്ലേ? അപ്പോൾ തനിക്ക് പറ്റിയ അബദ്ധം മറച്ചു വെക്കാനായി അയാൾ പറഞ്ഞു, യെസ്, ദ ഹോൾ തിങ്. അതെ, മുഴുവനും. യു വിത്ഡ്രോ ഓൾ യുവർ മണി ഫ്രം ദ ബാങ്ക്. നിങ്ങൾ ബാങ്കിൽ നിന്നും മുഴുവൻ പണവും പിൻവലിക്കുകയാണോ? യെസ്, എവറി സെൻറ്റ് ഓഫ് ഇറ്റ്. അതെ, ഒറ്റ പൈസ ഇല്ലാതെ ഞാൻ പിൻവലിക്കും. ആർ യു നോട്ട് ഗോയിങ് ടു ഡിപ്പോസിറ്റ് എനി മോർ? ആസ്ക്ഡ് ദ ക്ലർക്ക് അസ്റ്റോണിഷ്ഡ്. നിങ്ങളിനി ഡിപ്പോസിറ്റ് ചെയ്യുന്നേ ഇല്ലേ? ആ ക്ലർക്ക് ആശ്ചര്യത്തോടെ ചോദിച്ചു. നെവർ, ഇല്ല. ഐ ഹാഡ് നോ എക്സ്പ്ലനേഷൻ ഫോർ മൈ ഫൂളിഷ് ബിഹേവിയർ. സിൻസ് ഐ ഹാഡ് നത്തിങ് ടു ഡു, ഐ ആക്റ്റഡ് ലൈക്ക് എ മാൻ വിത്ത് എ ഫിയർഫുള്ളി ക്യുക്ക് ടെമ്പർ. എനിക്ക് പറ്റിയ മണ്ടത്തരത്തിന് എനിക്ക് യാതൊരു വിശദീകരണവും നൽകാനുണ്ടായിരുന്നില്ല. എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് എൻ്റെ അബദ്ധം മറച്ചു വെക്കാനായി ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളെ പോലെ പെരുമാറി. ഞാൻ എൻ്റെ മുഴുവൻ പണവും പിൻവലിക്കുകയാണ്, ഇനി ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ ദേഷ്യത്തോടെ പറഞ്ഞു.
The clerk gave the money to me and I rushed out. ക്ലർക്ക് പണം തന്നയുടനെ ഞാൻ പുറത്തേക്ക് കുതിച്ചു. എങ്ങനെയെങ്കിലും അവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ് ഇയാൾ വിചാരിക്കുന്നത്. As the big door swung behind me, I could hear the echo of a roar of laughter that went up to the ceiling of the bank. ആ വലിയ ഡോറ് എൻ്റെ പിറകിൽ അടയുമ്പോൾ ബാങ്കിനുള്ളിൽ നിന്നും പൊട്ടിച്ചിരികൾ ഉയരുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. എല്ലാവരും കൂടി ഈ മനുഷ്യനെ കളിയാക്കി ചിരിക്കുകയാണ്. സിൻസ് ദെൻ ഐ ബാങ്ക് നോ മോർ. അതിനുശേഷം പിന്നീട് ഒരിക്കലും ഞാൻ ബാങ്കിലേക്ക് പോയിട്ടില്ല, എൻ്റെ പണം ഡിപ്പോസിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ അദ്ദേഹം പണം സൂക്ഷിച്ചു വെക്കും? ഐ കീപ് മൈ മണി ഇൻ ക്യാഷ് ഇൻ മൈ ട്രൗസേഴ്സ് പോക്കറ്റ് ആൻഡ് മൈ സേവിങ്സ് ഇൻ സിൽവർ ഡോളേഴ്സ് ഇൻ എ സോക്ക്. എനിക്ക് ചെലവഴിക്കാനുള്ള പണം ഞാൻ ട്രൗസേഴ്സിൻ്റെ പോക്കറ്റിലും അതുപോലെ സേവിങ്സ് സിൽവർ കോയിൻസ് ആക്കിയിട്ട് സോക്സിലും സൂക്ഷിച്ചു വെക്കും. എത്ര എളുപ്പം! ബാങ്കിൽ പോയി കഷ്ടപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല അല്ലേ? 8 ചോദ്യങ്ങളാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ളത്. അവയും ഇതിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. തുടർന്നുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം. ഓക്കെ ഡിയേഴ്സ്, മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഗുഡ് ബൈ.